നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കൂണ് ഇത് മേടിച്ചിട്ടുണ്ട്. കൂണ് അത് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂണ് പിന്നെ നല്ലവണ്ണം കഴുകി മഞ്ഞ വെള്ളത്തിയിട്ട് കഴുകി ഉപ്പും കൂടി ഇട്ട് കഴുകി ഇവിടെ തോട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കൂൺ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് ഈ ചീനിച്ചട്ടിയിലോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഈ എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഒരു നുള്ളു ജീരകം ഇടാം. ഒരു ശകലം ജീരകം ഇട്ടു. പിന്നെ നമുക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഉള്ളി ഇടും. എല്ലാവർക്കും അറിയാം തോരൻ വെക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് തോരൻ വെക്കുന്നത്. ഓരോ സ്ഥലത്തെ രീതിയിലാണ് ഓരോരുത്തർ എങ്ങനെ വെക്കുന്നത്. ആ ഒരു വ്യത്യാസമേ ഉള്ളല്ലോ. അതെല്ലാവരും തോരന് വെക്കുന്നത് ഒരുപോലെ തന്നെ. അപ്പോൾ ഇതൊന്നും മൂക്കട്ടത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇതിനിട്ടേക്കുന്ന ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ശകലം ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. നല്ലോണം ഇത് ഈ പച്ച ചൊവയൊന്നും നമ്മുടെ കൂണെല്ലാം ഒന്ന് വാരി അതിനകത്തോട്ട് ഇടും. നമ്മളിവിടെ അരിഞ്ഞ് കഴുകി വെച്ചിരുന്നേ. ഈ കൂൺ അപ്പോഴും ഒരു ശകലം മഞ്ഞപ്പൊടിക്കകത്ത് വേണം കഴുകാൻ. വിഷം വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ. ഇനി ഇത് നല്ലോണം നമുക്ക് ഇത് തേങ്ങ ചതച്ചല്ലേ നമ്മളിടുന്നത്. അത് കാരണം നമുക്കിത് ഇങ്ങനെ ഇരുന്നൊന്ന് നല്ലതായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലതായിട്ട് വേവണം. എന്നാലേ നമുക്ക് ഇതല്ലേ ഇതിന് ഇച്ചിരി വേവുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട, ശകലം വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി അതിനകത്ത എല്ലാം കൂടെ കിടന്നൊന്ന് പിടിച്ച് മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരടപ്പെടുത്തൊന്ന് അടയ്ക്കും. അപ്പം നമ്മൾ അടപ്പെടുത്ത് അടച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂണ് തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊരു തവിയിട്ടൊന്ന് വെന്തോന്നൊന്ന് നോക്കാം. അപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് അരച്ചൊന്നുമില്ല, ചുമ്മാ ഇതിനകത്തോട്ട് തന്നെ ഇടും. അപ്പം ആ തേങ്ങ കിടന്നൊന്ന് വേവണം ഇതിനകത്തോട്ട്. ഈ തോരന അപ്പോൾ ഒരു മിനിറ്റ് ഇരിക്കട്ടെ. അപ്പം നമുക്കിത് വെന്തോന്നു. അപ്പം നമ്മുടെ കൂണ് തോരനെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്.